ഹലോ, സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന റെസിപ്പി ബീഫ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. കട്ട് ചെയ്തത് ഈ ഒരു വലുപ്പത്തിലാണ്. വലുപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി വെള്ളമൊക്കെ കളഞ്ഞ ബീഫിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 4 സ്പൂൺ മുളക് പൊടി, 3 സ്പൂണോളം മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് കുരുമുളക് പൊടിയും 1/4 ടീസ്പൂണിൽ അധികം ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുക്കണ്ട കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ബീഫ് കുറച്ച് വേവുള്ളതാണല്ലോ. അപ്പം നമുക്കിത് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ സവാള, കുഞ്ഞുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ബീഫിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ബീഫിലേക്ക് എല്ലാം കൂടി പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബീഫ് വേവുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി കുക്കറിൻ്റെ അടപ്പ് അടച്ചു കൊടുക്കുക. എന്നിട്ട് വിസിലിട്ട് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ വിസിൽ വേണ്ടത് വേവാൻ ആവശ്യമായിട്ടുള്ളത് അത്രയും നിങ്ങൾ വേവിച്ചെടുക്കുക. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. ഇനി നല്ലപോലെ ഇറക്കി പോയതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ കറിയൊക്കെ നല്ല ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ബീഫ് വെന്തോന്നൊന്ന് നോക്കണ്ടേ. അപ്പോൾ ബീഫ് വെന്തോന്ന് നോക്കിയപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങാപ്പാൽ, 1/2 മുറി തേങ്ങയുടെ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മൾ മല്ലിയില ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അധികം എരിവൊന്നും ഉണ്ടാവില്ല. എരിവൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, ചപ്പാത്തിക്ക് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇതുവരെയെങ്കിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് കൂടി അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.